അഭിപ്രായക്കുറിപ്പ് എങ്ങനെയാ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു അഭിപ്രായക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു തരാനാണ് ആതിര മിസ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഷെയറോട് കാണുന്നുള്ള വിശ്വാസത്തിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എടാ, അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ഒരു കുറിപ്പ് രൂപത്തിൽ എഴുതുക, നിസ്സാരം, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം. ഒരു ലൈക്കോ കമന്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ്. ഗ്രേറ്റ് സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഗ്രേറ്റ് തന്റെ സമരപ്രചാരണത്തിനായി ഉപയോഗിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും. അത് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അത് എഴുതാൻ പറ്റില്ലോ, അത് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് പറയാലോ. ഇപ്പൊ മനസ്സിലായല്ലോ, നമുക്കത് എഴുതി നോക്കാം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ മാധ്യമങ്ങൾക്ക് അതിലേറെ ദോഷങ്ങളും ഉണ്ട്. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾക്ക് സഹായം നൽകാനും അതുപോലെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുവാനും ഇവ ഒരുപോലെ ഉപയോഗിക്കുന്നവരുമുണ്ട്. സാധാരണക്കാർ തുടങ്ങി സെലിബ്രിറ്റികൾ വരെ അതിൽ ദൈനംദിന ചര്യകൾ പോസ്റ്റ് ചെയ്യുന്നു. ഒരാളുടെ സ്വകാര്യതയിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തി നോക്കാം എന്നതിന് ഉദാഹരണമാണ് സമൂഹ മാധ്യമങ്ങൾ. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരുടെ ജീവിതം പല വിധത്തിലും നശിപ്പിക്കുവാനും സമൂഹ മാധ്യമങ്ങൾ കാരണമാകുന്നു. എത്ര ശരിയാണല്ലടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരുടെ ജീവിതം പല വിധത്തിലും നശിപ്പിക്കുവാനും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ കാരണമാകുന്നുണ്ട് അല്ലേ. അതേ സ്ഥാനത്ത് ഒരു അസുഖമുണ്ടെങ്കിൽ പല വിധത്തിലുള്ള സഹായങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ന് ലഭ്യമാണ്. ഗുണങ്ങളും ഉണ്ടായിരിക്കും, ദോഷങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ചെറിയ ഈ മാധ്യമങ്ങളുടെ സഹായത്താൽ ലോക ശ്രദ്ധ നേടുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പങ്കുവഹിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റല്ല, പക്ഷെ അത് ഗുണകരമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. മറ്റുള്ളവരെ സഹായിക്കുവാനും പ്രകൃതിക്ക് വേണ്ടി പോരാടാനും മറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, സോഷ്യൽ മീഡിയ ആണ് ഗുണങ്ങളും ഉണ്ടായിരിക്കും, ദോഷങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഉപയോഗം പോലെ ഇരിക്കും. അപ്പൊ മക്കളെ, തെറ്റായ വഴിയിലേക്ക് പോവാതിരിക്കുക, നേർവഴിയിലേക്ക് മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? യെസ്, അഭിപ്രായ കുറിപ്പാണ് അല്ലെ. ഇന്ന് നമ്മൾ അഭിപ്രായ കുറിപ്പാണ് തയ്യാറാക്കിയത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് വെച്ച് ഒരൊറ്റ എഴുത്ത് എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അഭിപ്രായക്കുറിപ്പായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. മക്കളെ, ബൈ.